നമ്മുടെ തിരുവനന്തപുരത്തെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ മീൻ എന്താണെന്നറിയോ? ചെമ്മീനും ചാളയും. ചെമ്മീൻ അടുത്ത ദിവസം നമുക്ക് ബിരിയാണി വയ്ക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാവേ. അതിന് വേണ്ടിയിട്ടാണ് ചെമ്മീൻ വാങ്ങിയത്. ചാള ഇന്നത്തേക്ക് കറി വയ്ക്കണോ വറക്കണോ എന്നൊക്കെ ഉള്ളൊരു ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എനിക്ക് ഈ വലിയ ചാളയോട് വലിയ താല്പര്യമില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ കുഞ്ഞൻ ചാളയുണ്ടല്ലോ. അത് പീര വയ്ക്കണം എൻ്റെ മക്കളെ. എന്താ ടേസ്റ്റ് എന്നറിയോ? അയ്യോ, അത് വറുക്കണതിനെക്കാട്ടിയും കറി വയ്ക്കണേക്കാട്ടിയൊക്കെ ടേസ്റ്റാണ് ഈ പീര വെച്ചാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ഫർണിച്ചർ ഷോപ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു അലമാര അങ്ങ് വാങ്ങിയേക്കാന്ന് കരുതി കേട്ടോ. തുണികൾ വയ്ക്കാൻ സ്ഥലമെന്ന് പറഞ്ഞ സാധനമില്ല. ഇതെല്ലാം കൂടെ വാരി കെട്ടി ബോൾ കണക്കാക്കിയാണ് ഞാൻ അലമാരക്കകത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് അടുക്കി പിറക്കിയൊക്കെ വയ്ക്കാൻ ഒരു അലമാര വാങ്ങിക്കാമെന്ന് കരുതി. ഒന്നല്ല രണ്ട് കേട്ടോ. വേദയുടെ റൂമിലും വേദയുടെ ഡ്രസ്സിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അങ്ങനെ രണ്ട് അലമാര വാങ്ങാമെന്നും പറഞ്ഞ് ഇങ്ങനെ ചാലയിൽ വന്ന് അലമാര എല്ലാം നോക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വാങ്ങിച്ചു കേട്ടോ. അത് അടുത്ത ദിവസം അവർ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. പോകും വഴി ഞാൻ പറഞ്ഞു എനിക്കൊരു ജ്യൂസ് കുടിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ പൂജപ്പുര നമ്മൾ എപ്പോഴും ബൂസ്റ്റർ ടീ ഒക്കെ കുടിക്കുന്ന അവിടെ ഇല്ലേ, അവിടെ ജ്യൂസ് ഷോപ്പ് നിയർ ആയിട്ടുണ്ട് കേട്ടോ അവരുടെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. എൻ്റെ അത്ര വലിപ്പമുള്ള ഗ്ലാസ്സിലാണ് കേട്ടോ അവർ ജ്യൂസ് തരുന്നത്. അത് കുടിച്ചപ്പോൾ മനസ്സിനും വയറും ഒക്കെ നിറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇനി ആ ഒരു ദിവസത്തേക്കൊന്നും കഴിക്കേണ്ട അത്രയ്ക്ക് വലിയ ഗ്ലാസ്സിലാണ് ജ്യൂസ് തന്നത്. വിത്തൗട്ട് ആട്ടോ പറഞ്ഞത്. എങ്കിലും പൈനാപ്പിളിൻ്റെ മധുരമാണെന്ന് തോന്നുന്നു. മധുരം ഉണ്ടായിരുന്നു, അത്യാവശ്യം തിക്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ജ്യൂസായിരുന്നു. അത് കഴിഞ്ഞ് വേദേട്ടൻ്റെ ട്യൂഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്ന് രാവിലെ വേദയ്ക്ക് നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇംഗ്ലീഷ് ഡിന്നർ ഒന്ന് സെറ്റാക്കി കൊടുക്കണേന്നൊക്കെ പറഞ്ഞു. ഞാനതെല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് ഗ്രാൻഡായിട്ടൊരു വീഡിയോ ഒക്കെ അങ്ങ് എടുക്കാൻ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ കരുതി കേട്ടോ. പക്ഷേ കുറച്ചേറെ തിരക്കുകൾ. വേദയ്ക്ക് ട്യൂഷന് വിട്ട ശേഷം നമ്മുടെ തുണി എടുത്ത് വെച്ചിരുന്നില്ലേ, അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീടെത്തിയപ്പോൾ 8 മണിയായി. 8 മണിയായപ്പോഴേക്കും നമ്മുടെ വസ്ത്രയിൽ കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂ കളക്ഷൻസിൻ്റെ. അപ്പോൾ കുറേ എൻക്വയറീസും കാര്യങ്ങളും ഓർഡേഴ്സും ഒക്കെ വന്നു. പിന്നെ അതിൻ്റെ പുറകെ പോയി. പിന്നെ വേദയ്ക്ക് ഇംഗ്ലീഷ് ഡിന്നർ സെറ്റ് ചെയ്യാനുള്ള സമയവും കിട്ടിയില്ല, സെറ്റ് ചെയ്തതുമില്ല കേട്ടോ. പക്ഷേ അവിടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടി തട്ടിക്കൂട്ടി ഒരു ഡിന്നറൊക്കെ സെറ്റ് ചെയ്തു. ഇന്നലെ ലുലുവിൽ വാങ്ങിയ മട്ടനും പിന്നെ അതേ ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി വെച്ചിട്ട് കുറച്ച് സാലഡും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ലുലുവിൽ. അതെല്ലാം കൂടി ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഇംഗ്ലീഷ് ഡിന്നർ പോലെ എവിടേക്കോ ആക്കി കേട്ടോ. അപ്പോൾ വേദയും ഹാപ്പി, നമ്മളും ഹാപ്പി. ആ ഈ ബ്രെഡ് എനിക്ക് ഇഷ്ടമായി. മറ്റേ സാധനം എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അതിൻ്റെ പേര് ബ്രെഡ് എന്നെല്ലാം തോന്നുന്നു. ദൈവമേ, നാക്കൊന്നും തിരിയുന്നില്ലല്ലോ, അതെന്ത് പറ്റി എനിക്കറിയില്ല. എനിക്ക് ചെറിയൊരു ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ നാക്ക് തിരിയാത്തത്. അപ്പോൾ നമ്മൾ ഡിന്നറെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയണ്ടേ ഡിന്നറിന്? ബ്രെഡുണ്ട്, മട്ടനുണ്ട്, സാലഡ്സ് ഉണ്ട്, സോസസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ഡിന്നർ ആയില്ല കേട്ടോ, അത് വേറെ കാര്യം.